ഇന്ത്യയിലെ ഏറ്റവും റിച്ചസ്റ്റ് സെലിബ്രിറ്റീസ് ആരാണെന്ന് നോക്കിയാലോ നമുക്ക്. ആക്ടേഴ്സ് മാത്രമല്ല, യൂട്യൂബേഴ്സ് വരെ കുറേ ഏൺ ചെയ്യുന്നുണ്ട്. ഇന്ന് ഞാൻ ടോപ്പ് 10 ആരാണെന്ന് റിവീൽ ചെയ്യാൻ പോവാം. നമുക്ക് നോക്കാം. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ പുതിയ വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ടോപ്പ് 10 റിച്ചസ്റ്റ് ആക്ടേഴ്സ് ആൻഡ് യൂട്യൂബേഴ്സ് ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇന്ത്യയിൽ മനസ്സിലായ. അപ്പോൾ നമുക്ക് എന്തായാലും ഇന്ത്യയിൽ ആരൊക്കെയാണ് നോക്കാം. അപ്പം നിങ്ങളിത് ഞെട്ടിക്കും. ഇത് കാണുമ്പോൾ നിങ്ങൾ കേൾക്കുമ്പോൾ ഞെട്ടിക്കും. യൂട്യൂബേഴ്സ് വരെ പൈസ നല്ല രീതിയിൽ ഉണ്ടാക്കുകയാണ്, റിച്ചിൽ നിൽക്കുകയാണ്. അപ്പോൾ ആലോചിച്ച് നോക്ക്, സെലിബ്രിറ്റീസ് അല്ലെങ്കിൽ അതാണ് നമ്മൾ നോക്കുന്നത്, അല്ലെങ്കിൽ യൂട്യൂബർ, അങ്ങനെയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതിൻ്റെ കണക്ക് എങ്ങനെയാണ്, എത്രയാണ് അവർക്ക് വരുമാനം എന്നെല്ലാം ഞാൻ ഈ വീഡിയോയിൽ പറയും. 10 മുതൽ 1 വരെയാണ് ഞാൻ നോക്കുന്നത്. അത് നിങ്ങളൊന്ന് നോക്കിക്കോ. എന്തായാലും ഞാൻ പറയാം. ഇപ്പോൾ 10 മുതൽ 1 വരെ. ഓക്കെ, അപ്പോൾ 10ാം സ്ഥാനത്തുള്ളത് കാരി മിനാറ്റി എന്ന് പറഞ്ഞ യൂട്യൂബറാണ്. ആലോചിച്ച് നോക്കണം, 40 മുതൽ 50 കോടിയുടെ മുകളിലാണ് വരുമാനം. യൂട്യൂബ് പ്ലസ് ബ്രാൻഡ് ഡീൽസ് എല്ലാം ഏറ്റെടുക്കുന്നുണ്ട്. അത് കാരണം തന്നെ 10ാം സ്ഥാനത്തുള്ളത് കാരി മിനാറ്റിയാണ്. ഇനി 9ാം സ്ഥാനത്ത് ഭുവൻ ബാം എന്ന് പറഞ്ഞ ആളാണ്. അത് 50 മുതൽ 60 വരെ കോടി ഏൺ ചെയ്യുന്നുണ്ട്. BBK വൈൻസിലും ആക്ടിങ്ങിലും എല്ലാം ബെസ്റ്റാണ്, അതുകൊണ്ട് അത്ര പൈസ ഉണ്ട്. അങ്ങനെ 8ാം സ്ഥാനത്ത് ഇനി ആരാണുള്ളത്? 8ാം സ്ഥാനത്തുള്ളത് അമിത് ബദാന എന്ന് പറഞ്ഞ ആള് 60 മുതൽ 80 കോടിയുടെ മുകളിലാണ് ഏൺ ചെയ്യുന്നത്. മാസീവ് സബ്സ്ക്രൈബറാണുള്ളത്, യൂട്യൂബറാണ്. ആലോചിച്ച് നോക്കണം. ഇനി 7ാം സ്ഥാനത്ത് എല്ലാവർക്കും അറിയാം, ഇൻ്റർനാഷണൽ ആണ് അല്ലു അർജുൻ. 350 കോടിയുടെ മുകളിലാണ് വരുമാനം. പാൻ ഇന്ത്യ സ്റ്റാറാണ്, അതുകൊണ്ട് തന്നെ അത്ര റീച്ചുണ്ട്. പിന്നെ 6ാം സ്ഥാനത്ത് പ്രഭാസ്, എല്ലാവർക്കും അറിയാം, ബാഹുബലി പ്രഭാസ്. ഇപ്പോൾ ലാസ്റ്റ് ഇറങ്ങിയ പടങ്ങൾ രാജാസാബൊക്കെ നമ്മളെ അവസ്ഥ അറിയാം, നല്ല മോശമാണ്. എന്നാലും വരുമാനം കൊണ്ട് അങ്ങനെ അല്ലല്ലോ, അവരെല്ലാം മുൻപന്തിയിൽ തന്നെയാണ്. 400 കോടിയിലധികമാണ് വരുമാനം. ബാഹുബലിയുടെ ഫെയിമാണ് കാരണം. പിന്നെ 5ാം സ്ഥാനത്തുള്ളത് ടോപ്പ് 5 എത്തിയിട്ടുണ്ട്. ഇനി 5 മുതൽ 1 വരെയാണ് നമ്മളെ പറയാൻ പോകുന്നത്. 5ാം സ്ഥാനത്തുള്ളത് സൽമാൻ ഖാനാണ്. 3000 കോടിയാണ് വരുമാനം. 3000 കോടിയിലധികം മോനെ. ബിസിനസ് പ്ലസ് ഫിലിംസ് ആണ്, അതുകൊണ്ട് തന്നെ 5ാം സ്ഥാനം. പിന്നെ ടോപ്പ് 4 നിൽക്കുന്നത് 4ാം സ്ഥാനത്തുള്ളത് അക്ഷയ് കുമാറാണ്. 3000-ലധികം അക്ഷയ് കുമാറിനുണ്ട്. മൾട്ടിപ്പിൾ ഇൻകം സോഴ്സസ് ആണ് അക്ഷയ് കുമാറിനുള്ളത്. ഇനി ടോപ്പ് 3 എത്തിയിട്ടുണ്ട്. 3, 2, 1. ഇതാണ് എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇതിൽ രണ്ടുപേരെ നിങ്ങൾക്ക് അറിയാം. എന്തായാലും ഇന്ത്യയിലെ കാര്യം പറയുമ്പോൾ അവർ എന്തായാലും റിച്ച് ആയിരിക്കും. 3ാം സ്ഥാനത്തുള്ളത് അമിതാഭ് ബച്ചനാണ്. 3000 കോടി പ്ലസ് ആണ്. 3500 കോടിയിലധികം പൈസയാണ് ഉള്ളത്. ലെഗസി പ്ലസ് ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യങ്ങളെല്ലാം ഉണ്ട്. അതുകൊണ്ട് തന്നെ അമിതാഭ് ബച്ചനാണ് 3ാം സ്ഥാനത്ത്. ഇനി ടോപ്പ് 2 എത്തിയിട്ടുണ്ട്. 2, 1 സ്ഥാനങ്ങൾ. ഇത് ഞെട്ടും. ഷാറുഖ് ഖാൻ ആണ് 2ാം സ്ഥാനത്ത്. 6000 കോടിയധികമുണ്ട് ഷാറുഖ് ഖാൻ. പിന്നെ അറിയാം, നല്ല ഫെയിമാണ്, നല്ല രീതിയിൽ കാര്യങ്ങളാണ്. അത്ര ഹ്യൂജ് ഫെയിം ബേസാണുള്ളത്. അതുകൊണ്ട് തന്നെ കിങ് ഖാൻ എന്നാണ് അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഷാറുഖ് ഖാനാണ് 2ാം സ്ഥാനം. ഇനി ആർക്കാണ് 1ാം സ്ഥാനം? ഇതാണ് എല്ലാവരും കാത്തിരുന്ന സാധനം. 1ാം സ്ഥാനം ഉള്ളത് മുകേഷ് അംബാനി. ഇത് പിന്നെ അറിഞ്ഞുകൂടാത്ത ആൾക്കാരില്ല, മുകേഷ് അംബാനി ആണല്ലോ ടോപ്പ് റിച്ചസ്റ്റ് ആള്. 80 ലക്ഷം കോടിയിലധികമാണ് ആളിൻ്റെ വരുമാനം. ഇന്ത്യാസ് റിച്ചസ്റ്റ് പേഴ്സൺ എന്നറിയപ്പെടും. ഇതിൽ ആക്ടറാണോ യൂട്യൂബറാണോ കൂടുതൽ ഏൺ ചെയ്യുന്നത്? നിങ്ങളുടെ ഒപ്പീനിയൻ എന്തായാലും കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ. എന്തായാലും ഒന്നാമത് പറയാം. 10ാം സ്ഥാനത്തുള്ളത് കാരി മിനാറ്റി, 9 ഭുവൻ ബാം, 8 അമിത് ബന്ദാന,
7 അല്ലു അർജുൻ, 6 പ്രഭാസ്, 5 സൽമാൻ ഖാൻ, 4 അക്ഷയ് കുമാർ, 3 അമിതാഭ് ബച്ചൻ, 2 ഷാറൂഖ് ഖാൻ, 1 മുകേഷ് അംബാനി. ഇതാണ് കണക്ക്. എന്തായാലും നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യും. സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് കാണാൻ പറ്റൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തൊരു അടിപൊളി വ്ളോഗുമായിട്ട് നാളെ കാണാം. അപ്പോഴേക്കും ഗുഡ് ബൈ.